ഇന്നത്തെയും പതിവ് പോലെയുള്ള ദിവസം രാവിലെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. രാവിലെ ഞാൻ വരുമ്പോൾ തന്നെ നമ്മുടെ പൊന്നപ്പനും അതുപോലെ തന്നെ ഒടിയനും നീയക്കൊച്ചൊക്കെ പാടെ അവിടെ അകത്തുനിന്ന് കളിക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്നേഹപ്രകടനം നോക്കി നിന്ന് ആസ്വദിക്കുന്ന നീയക്കൊച്ചിനെ ഇങ്ങനെ നമ്മളും നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ളൊരു കാഴ്ചയായിരുന്നു. കുറച്ച് നേരം അതങ്ങനെ നോക്കി നിന്ന് നമ്മുടെ നേരം കളഞ്ഞു. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെയുള്ളൊരു കാര്യങ്ങൾ ഇതായിരുന്നു. അപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇന്ന് നീയക്കൊച്ച്. അങ്ങനെ ഇന്നത്തെ പൊന്നപ്പൻ്റെയും അതുപോലെ തന്നെ ഒടിയൻ്റെയും ഉള്ളൊരു കളികളാണ്. അപ്പോൾ ഈ ഒരു ഇവരുടെ ഒരു കളികളും കാഴ്ചകളുമാണ് നമ്മുടെ നീയക്കൊച്ചിന് ഒരു നേരം പോക്ക്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെയാണ് അവളും എപ്പോഴും ഇടപഴകി നടക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവരുടെ കൂടെ തന്നെയാണ്. പിന്നീട് പൊന്നപ്പൻ്റെയും അതുപോലെ തന്നെ നീയക്കൊച്ചിൻ്റെയും ഒടിയൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പിന്നെ അടുക്കളയിൽ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മച്ചി നല്ല ചൂടുള്ള പരിപ്പോടെയും അതുപോലെ തന്നെ ഉഴുന്നുകൂടെയൊക്കെ വറുത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കണ്ടത്. അപ്പോൾ ചൂടുള്ള എണ്ണയിൽ ഇങ്ങനെ പരിപ്പോടെ ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 സെറ്റ് അമ്മച്ചി ഇങ്ങനെ കോരി അവിടെ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ പരിപ്പോടയിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോൾ അമ്മച്ചി ആ വറുത്ത് കോരുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ പരിപ്പോട നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അത് ആ വറുത്ത് കോരുന്നതിൻ്റെ ഇടയിൽ ആ ചൂടോട് കൂടി തന്നെ നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ടേസ്റ്റുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ടാങ്കുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. പിന്നീടുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓടി വന്ന് നമ്മുടെ ക്രൈഫിഷുകളെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുറച്ച് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു മെയിൻ പ്രധാന പരിപാടി. അപ്പോൾ എല്ലാ ടാങ്കുകളിലും തന്നെ നമ്മൾ ഓടിച്ച് ഒരു നോട്ടമൊക്കെ നോക്കി കുഴപ്പങ്ങളൊന്നും കാണാനില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്. ടാങ്കിൽ വെള്ളമൊക്കെ മാറ്റാനുണ്ട്. അപ്പോൾ ബാക്കി ഒഴിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. എല്ലാ ടാങ്കുകളിലും നമ്മൾ ആ കയറിയ നേരം കൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തോമാച്ചനും അജിയും നമ്മുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവരെത്തും. അപ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കാം എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ആദ്യം ഓടി മുകളിൽ വന്ന് നമ്മുടെ ടാങ്കുകളൊക്കെ ആദ്യം നോക്കി അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വെള്ളമൊക്കെ മാറ്റാം എന്നുള്ള രീതിയിലാണ് നമ്മൾ രാവിലെ വരുമ്പോൾ തന്നെ ഓടി മുകളിൽ കയറുന്നത്. അപ്പോൾ ഒരു കുഴപ്പങ്ങളൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒക്കെ വൈകുന്നേരത്തോടുകൂടിയേ മാറ്റുള്ളൂ. അപ്പോൾ എല്ലാ ടാങ്കുകളിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തീറ്റയുടെ ബാലൻസൊന്നും അധികം ഇല്ലാതെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾക്കതൊരു രാവിലത്തെ ഒരു പണി കുറച്ച് കുറഞ്ഞു കിട്ടി. അപ്പോൾ തോമാച്ചനും അതുപോലെ തന്നെ അജിയും ഏതാണ്ട് വരേണ്ട നേരമായി. അപ്പോൾ അവർ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അമ്മച്ചി പരിപ്പുടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളൊന്ന് നമ്മുടെ മുകളിൽ ഒരു ചെറിയ ഫാമിൽ തന്നെയാണ് ആ ചായ കുടിയും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരങ്ങൾ നമ്മളവിടെ ചിലവഴിക്കുന്നൊരു കാഴ്ചകൾ ആണ് പിന്നീട് കണ്ടത്. അപ്പോൾ ആ ഒരു കട്ടൻ ചായയും ആ ഒരു പരിപ്പുവടയും അതുപോലെ തന്നെ ഉഴുന്നുവടയൊക്കെ എന്താ പറയുക നമ്മൾ ആ ഒരു ടാങ്കിൻ്റേതായ അല്ലെങ്കിൽ ക്രൈഫിഷുകളുടെ ഇടയിലുള്ള ആ ഒരു ടെറസിൻ്റെ മുകളിലുള്ള ആ ഒരു വൈബിലിരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ മധുരമൊക്കെ കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ അജിയും തോമാച്ചനൊക്കെ ആയതിൻ്റെ പേരിൽ അവർക്ക് എക്സ്ട്രാ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ഈ കാണുന്നത്. ഞാൻ പിന്നെ മധുരം വളരെ കുറച്ചും മധുരമില്ലാതെയൊക്കെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് സെപ്പറേറ്റ് മധുരമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നീയക്കൊച്ചി അതിൻ്റെ ഇടയിൽ ഓടി ഓടി വരുന്നുണ്ട്, ഇടയ്ക്ക് വരും. അപ്പോൾ അവരെ കാണുമ്പോൾ നീയക്കൊച്ചിന് നാണാവും. ആ നാണം വരുമ്പോൾ എൻ്റെ തോളത്ത് അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അവൾ അവിടെ വെച്ച് പരിപ്പൊടിയൊന്നും നമ്മുടെ നിന്ന് മേടിച്ച് കഴിച്ചില്ല. അല്ലെങ്കിൽ ഇതിലൊക്കെ കൈയിട്ട് വാരി നടക്കുന്ന ഒരാളാണ്. അങ്ങനെ മുകളിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങി. താഴത്തേക്ക് ഇറങ്ങിയത് വേറെ ഒന്നല്ല, ഗോഡ്വിൻ വന്നിട്ടുണ്ടായിരുന്നു. ഗോഡ്വിൻ ഒരു ഇലക്ട്രിക് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് ആ ഇലക്ട്രിക് വണ്ടി ടെസ്റ്റ് അടിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് റോഡിലോട്ട് കയറുന്നത് ഒരു കുത്തനെയുള്ള കയറ്റം അതിൻ്റെ പേര് ഇലക്ട്രിക് വണ്ടി കയറോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റിംഗ് ആണ്. റൊമായി പോലെയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഇത്തിരി നമുക്ക് ബഡ്ജറ്റിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്. കയറോ ഇല്ല എന്നുള്ളൊരു ടെസ്റ്റിംഗ് ആണ്. തോമാച്ചൻ പിന്നെ റോഡ് ടെസ്റ്റിന് പോയിട്ടുണ്ട്. അങ്ങനെ വണ്ടി ഏതാണ്ട് ഓക്കെയാണ്, കയറ്റമൊക്കെ വലിയ തിരക്കേടില്ലാണ്ട് കയറിയിട്ടുണ്ട്. അതിനുശേഷം ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ അങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെ കിട്ടി. ഉച്ചതിരിഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പോൾ അഷ്ടമിച്ചിറയ്ക്ക് അടുത്തുള്ള കാട്ടിക്കരക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളും രാവിലെ അവിടെ നിന്ന് പള്ളിയിൽ കഴിഞ്ഞ് വരുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് പോരാറ്.
അപ്പോൾ ഇന്ന് വൈകുന്നേരം അജിയും തോമാച്ചനൊക്കെ പാടെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ കൃഷ്ണകുമാർ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അഭിനയിക്കുന്നൊരു കലാകാരൻ കൂടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുറേയേറെ ഷോർട്ട് ഫിലിമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ അത് വന്നിട്ടുമുണ്ട്. കുറേ ചാനലുകളിൽ അവർ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു ദയാവധം എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ പൂജ ഈ മാസം 25-ാം തീയതി നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അധികം വൈകാതെ ആ ഒരു ഷോർട്ട് ഫിലിമും ഇറങ്ങും എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ചായയൊക്കെ കുടിച്ച് നിൽക്കുന്നൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. മാളയിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന മെയിൻ റോഡിൽ കാട്ടിക്കൊടുക്കുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ കൃഷ്ണകുമാർ ചേട്ടൻ്റെ ഈ ചെറിയൊരു ഉന്തുവണ്ടിയിലുള്ള ചായക്കട. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ കൂടിയാണ്. കാരണം എൻ്റെ അപ്പൂപ്പന് ഇതുപോലെ മാളയിൽ ഇതുപോലൊരു ഉന്തുവണ്ടിയിൽ സെയിം ഇതുപോലെ തന്നെയായിരുന്നു, ഒരു ചായക്കടയായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു പഴയ ഓർമ്മകളൊക്കെ തരുന്നൊരു സാഹചര്യമാണ് കൃഷ്ണകുമാരേട്ടൻ്റെ കടയിൽ പോകുമ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ ചെന്നു. പള്ളിയിലെ കഴിഞ്ഞ് 8 മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു മിഠായി കൊടുത്തപ്പോൾ കാണിക്കുന്നൊരു ആവേശമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ മിഠായിയുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കണ്ട് നിന്ന് ഇനി നമ്മൾ നമ്മുടെ സ്ഥിരം പരിപാടിക്ക് വീണ്ടും ഇനി മുകളിലെ അവസ്ഥ എന്തായി അറിയാനുള്ളൊരു ആകാംക്ഷയോടെ നമ്മുടെ ക്രൈഫിഷുകളുടെ അടുത്തേക്ക് പോകുന്നൊരു കാഴ്ചകളാണ് പിന്നീടുള്ളത്. ചെന്നപ്പോൾ ഇന്ന് ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരു വലിയ ക്രൈഫിഷ് ഓറഞ്ച് കോസ്റ്റാണ്. അത് റെയറാണ്. അപ്പോൾ അത് ഫീമെയിലുമാണ്. അതിൻ്റെ ഷെല്ല് പൊഴിച്ചപ്പോൾ അത് ഡെഡായ പോലെ അവസ്ഥയിലായി. ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്തോണമെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലായിരുന്നു. അതിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു പോയി ഷെല്ല് പൊഴിച്ചപ്പോൾ. ആ ഷെല്ലിൽ നിന്ന് റിലീസായി കിട്ടിയില്ല. അപ്പോൾ അവൾ തീരെ അവശതയിലായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഒന്ന് പതിവിലും ദുഃഖകരമായ കാഴ്ചയായിരുന്നു വൈകുന്നേരം നമ്മുടെ ഈ ഒരു ചെറിയ ഫാമിൽ കാണാനിട വന്നത്. അപ്പോൾ അതിൻ്റെ ഷെല്ലാണ്, ആ ഒരു ക്രൈഫിഷിൻ്റെ ഷെല്ലാണ് ഈ കാണുന്നത്. അത്യാവശ്യം ആ ഷെല്ല് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അതിൻ്റെ എത്രത്തോളം വലിപ്പം ഉണ്ടെന്നും, അല്ലെങ്കിൽ ആ ക്രൈഫിഷ് നമ്മുടെ ഫാമിൽ വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവുമെന്നും, അല്ലെങ്കിൽ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്നും ആ ഒരു ഷെല്ലിൻ്റെ പഴക്കവും തഴക്കവും കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് അവൾ റിക്കവറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹാപ്പി വന്നു തുടങ്ങിയിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്കും മുഴുവനായിട്ട് റിക്കവറാകുമെന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം ചെരിഞ്ഞ് കിടന്നായിരുന്ന അവസ്ഥയിൽ നിന്ന് അവൾ നേരെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൾ നാളത്തോടുകൂടി റിക്കവർ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്.